ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ലക്നൗ സൂപ്പർ ജയൻസ് 2022 IPL ജോയിൻ ചെയ്തതു മുതൽ 2022-2023 തുടർച്ചയായി പ്ലേ ഓഫ് കളിച്ച ടീമാണ്. ഒരു സന്തുലിതമായ ടീമുമായിട്ട് തന്നെയാണ് ഇത്തവണയും അവർ IPL എത്തുന്നത്. 2025 മാത്രമാണ് ഒന്നല്പം പിറകോട്ട് പോയത്. വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങുന്ന ലക്നൗ സൂപ്പർ ജയൻസ് കരുതിയിരിക്കേണ്ട ഒരു ടീം തന്നെയാണ്. ബാറ്റിങ്ങിലെ പോലെ തന്നെ ബൗളിങ്ങിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ള IPL ടീമുകളിൽ ഒന്നാണ് LSG. അർഷിൻ കുൽക്കർണി, മിച്ചൽ മാഷ്, ഷഹബാസ് അഹമ്മദ്, അസരംഗ തുടങ്ങി 4 ഓൾറൗണ്ടർമാരാണ് LSGക്കുള്ളത്. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലെയറാണ് മിച്ചൽ മാഷ്. മധ്യ ഓവറുകളിൽ എതിർ ടീമുകൾക്ക് മേൽ നാശം വിതക്കാൻ കരുത്തനായ ബാറ്റർ കൂടിയാണ് മിച്ചൽ മാഷ്. ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ നല്ലൊരു ലൈനപ്പ് തന്നെയാണ് LSGക്കുള്ളത്. ക്യാപ്റ്റൻ ഋഷഭ് പന്ത്, അബ്ദുൽ സമദ്, സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഐഡൻ മർക്രം, നിക്കോളാസ് പൂരൻ, അക്ഷക് രഘുവൻഷി, ആയുഷ് ബത്തോനി, മാത്യു ബ്രീസ്ഗെ, മുകുൽ ചൗധരി, ഹിമ്മത് സിംഗ്, ജോഷ് ഇംഗ്ലീസ് തുടങ്ങി ശക്തമായൊരു ബാറ്റിംഗ് നിര തന്നെ LSGക്കുണ്ട്. സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഐഡൻ മർക്രം കഴിഞ്ഞ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരനാണ്. പ്ലെയർ ഓഫ് ദ സീരീസിന് പരിഗണിക്കപ്പെട്ട ലിസ്റ്റിൽ ഇടം പിടിച്ച കളിക്കാരൻ കൂടിയായിരുന്നു ഐഡൻ മർക്രം. LSGയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും വളരെ കരുത്തുറ്റതാണ്. മുഹമ്മദ് ഷമി, മുഹ്സിൻ ഖാൻ, ആൻഡ്രിഡ് നോർച്ചെ, പ്രിൻസ് യാദവ്, മണിമാരൻ സിദ്ധാർത്ഥ്, സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ അർജുൻ ടെണ്ടുൽക്കർ, ഹേമാൻ തിവാരി, ആകാശ് സിംഗ്, ആവേശ് ഖാൻ, മായങ്ക് യാദവ്. നമുക്കറിയാം, കഴിഞ്ഞ IPL ഏറ്റവും വേഗതയിൽ പന്തെറിഞ്ഞ ബൗളർ കൂടിയാണ് മായങ്ക് യാദവ്. RCBക്കെതിരെ 156.7 കിലോമീറ്റർ വേഗതയിൽ പന്തെറിഞ്ഞ് റെക്കോർഡ് നേടിയ താരമാണ്. ശരാശരി 150 സ്പീഡിൽ ബോൾ എറിയാൻ കഴിയുന്ന താരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തമാണ്. ആഭ്യന്തര ക്രിക്കറ്റിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് മുഹമ്മദ് ഷമി എത്തുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനം ഇവിടെയും ആവർത്തിക്കുമെന്നതിൽ സംശയമില്ല. സെമി ഫൈനലിൽ ബംഗാൾ തോറ്റുപോയെങ്കിലും അന്ന് ബംഗാളിന് വേണ്ടി ഒരു ഇന്നിംഗ്സിൽ 8 വിക്കറ്റുകളാണ് മുഹമ്മദ് ഷമി വീഴ്ത്തിയത്. മാത്രമല്ല, ടൂർണമെന്റിലുടനീളം മികച്ചൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അർഹതയുണ്ടായിട്ടും പല കാരണങ്ങളാൽ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തു നിർത്തപ്പെട്ട താരമാണ് മുഹമ്മദ് ഷമി. IPLന് ശേഷം ഇന്ത്യക്ക് വരാനിരിക്കുന്നത് തിരക്ക് നിറഞ്ഞ ഷെഡ്യൂളുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് ഏത് വിധേനയും എത്തിപ്പെടുക എന്നതു തന്നെയായിരിക്കും മുഹമ്മദ് ഷമിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ LSGയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തും ഇന്ത്യൻ ടീമിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ IPLനെ നേരിടാൻ ഒരുങ്ങുന്നത് എന്നതിൽ സംശയമില്ല. മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കരുത്തുള്ള താരങ്ങൾ തന്നെയാണ് LSG നിരയിലുള്ളത്. സന്തുലിതമായ ടീമെന്ന് വെറുതെ പറയുന്നതല്ല. ബാറ്റിംഗ് ആണെങ്കിലും ഓൾറൗണ്ടർമാർ 4 പേരുള്ളെങ്കിലും ഉള്ളത് 4 പേരും സ്ട്രോങ് തന്നെയാണ്. അതുപോലെ തന്നെ ബൗളിംഗ് നിരയും വളരെ ശക്തമാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ LSGക്ക് കഴിയട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ട ടീമിനെ കമന്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക.